ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ ഭാരതം തകർത്തെറിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലും ആവേശത്തിലും മലയാളികളടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾ. പാകിസ്ഥാൻ ഭാരതത്തിന് പറ്റിയ എതിരാളികൾ അല്ലെന്ന അഭിപ്രായമാണ് കളി കണ്ടവരെല്ലാം പങ്കുവച്ചത്. സ്വന്തം ടീമിൻ്റെ പ്രകടനത്തിൽ രോഷം പ്രകടിപ്പിച്ചാണ് പാകിസ്ഥാൻ ആരാധകർ സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയതും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ബദ്ധവൈരികളെ മാതൃരാജ്യം തകർത്തെറിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഓരോ ഇന്ത്യൻ ആരാധകരും ഗാലറിയിൽ നിന്ന് മടങ്ങിയത്. പ്രതീക്ഷ സ്റ്റാർട്ടിങ് തൊട്ടേ ഇന്ത്യ ഈസി ടു വിൻ എന്ന് തന്നെ പറയാം. കാരണം സ്റ്റാർട്ടിങ് തന്നെ ഇന്ത്യ ബൗളിങ്ങിൽ ഇപ്പോൾ പാകിസ്ഥാൻ അധികം റൺസ് എടുക്കാതെ തന്നെയാണ് ഇതാക്കിയത്. ഇപ്പോൾ ഫസ്റ്റ് പവർ പ്ലേ, ഇന്ത്യയുടെ ബാറ്റിൽ ഫസ്റ്റ് പവർ പ്ലേ എടുക്കുമ്പോൾ തന്നെ ഇന്ത്യ ഒരു സ്കോർ നല്ലോണം കവർ ചെയ്തിരുന്നു. ഈസി ടു വിൻ അത് തന്നെ. മാച്ച് ഇന്ത്യ പാകിസ്ഥാൻ കളിക്കില്ല എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കളിച്ചിരുന്നാലും ആ കളിക്കാർ തമ്മിൽ പഴയ ഒരു സ്നേഹബന്ധം ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു കളിക്കേണ്ട അവസ്ഥയുള്ളത് കൊണ്ട് കളിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള റിവെഞ്ച് ഈ മാച്ചിലെ കൂടെ ഇന്ത്യ ഒരു വൺ സൈഡ് മാച്ചുകളിൽ. പാകിസ്ഥാൻ ആരാധകർ കളി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഗാലറിയിൽ നിന്ന് മടങ്ങി. ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനത്തെ പുകഴ്ത്തിയും പാകിസ്ഥാൻ ടീമിൻ്റെ പ്രകടനത്തിൽ പരിതപിച്ചുമായിരുന്നു ഇവരുടെ മടക്കം. India is very good, absolutely fantastic. Abhishek Sharma, they played very well innings and they start from the first ball and we are looking, they are very well played. പാകിസ്ഥാൻ ഇന്ത്യക്ക് പറ്റിയ ഒരു എതിരാളി അല്ലെന്നാണ് കളി കാണാൻ എത്തിയ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. നമുക്ക് കളിക്കാനുള്ള ആൾക്കാരുള്ളൂ. കേരള സ്റ്റേറ്റിലെ ഒരു കളി പാകിസ്ഥാൻ ടീമുള്ളൂ. ഇന്ത്യ വൻ വിജയം നേടിയെങ്കിലും സഞ്ജു സാംസൺ കളിക്കാത്തതിന്റെ നിരാശയും ആരാധകർ പങ്കുവെച്ചു. സഞ്ജു കളിക്കും, സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഈവൻ ദോ നമ്മളെ ഇന്ത്യയുടെ 2 വിക്കറ്റ് പോയാലും കുഴപ്പമില്ല, നമുക്ക് സഞ്ജുവിന്റെ കളി കാണാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അവരുടെ സ്കോർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് ഒരു അത്യാഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെ മികച്ച വിജയങ്ങൾ നേടി ഭാരതം ഏഷ്യ കപ്പ് ഉയർത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.